സന്തോഷവതികളാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മുഖത്ത് പുഞ്ചിരിയുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ചന്ദ്രൻ എസ് കണ്ണാടി, പാലക്കാട്. ഞാൻ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനാണ്. 26 വർഷം ആർമിയിൽ സർവീസ് ചെയ്ത് ഒരു SA റാങ്കിൽ നമ്മുടെ പാലക്കാട് പോലീസ് സേനയിൽ പറയുകയാണെങ്കിൽ SA റാങ്കിൽ റിട്ടയർഡ് ആയ ആളാണ്. എനിക്ക് ഭാര്യ, 3 മക്കള്. ഞാൻ ഇവിടെ എൻ്റെ ബയോടെക്നോളജിയിൽ വരാനുള്ള ഒരു കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി 4 കാര്യങ്ങൾ പറയാം. ഒന്ന്, എനിക്ക് ഹൈ ഷുഗർ ആയിരുന്നു. ഹൈ ഷുഗർ എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടാളത്തിൽ 2003 വന്ന് 2004 മുതൽ ഷുഗർ തുടങ്ങി. അത് കയറി ആദ്യം 2 MG ഗുളിക കഴിച്ച് 1000 MG വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വലതുകാരൻ്റെ ഒരു പേരൻ്റ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് പഠിച്ചിട്ട് അങ്ങനെ എനിക്ക് 2 വർഷം ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ 20 കിലോ വെയിറ്റാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുക. അതിൽ 8 കിലോ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കൊണ്ടുപോയത്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ഷുഗർ ലെവൽ എപ്പോഴും 24 വർഷം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടും എനിക്ക് 250-300 ഇടയിലാണ് ഷുഗർ ലെവൽ ഉണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ ഞാൻ റിട്ടേൺ പ്രൂഫ് എല്ലാം കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ 250-300 ലെവലിൽ 24 വർഷം കൊണ്ടുണ്ടായ ഷുഗർ എന്നത് ഈ ഫോട്ടോ എടുക്കുന്ന വേണു സാറും നമ്മുടെ ശ്യാം സാറും മോളി മേഡം ശ്യാം സാർ പറഞ്ഞ എൻ്റെ ഭാര്യന്റെ 2ാമത്തെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഈ ബയോടെക്നോളജിന്റെ ഒരു കിറ്റും കൊണ്ട് വീട്ടിൽ വന്നു. ഞാൻ മാലദ്വീപ്സിൽ വന്ന് അവരെ വന്ന് 4 ദിവസം കഴിഞ്ഞത് അവർ വന്നതിന് ശേഷം എനിക്ക് ആ കിറ്റ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ 24 വർഷം ഞാൻ കൂടി മരുന്നുകൾ കഴിച്ചിട്ടും എനിക്ക് ഷുഗർ കുറയാത്ത ഷുഗർ ഈ വെള്ളവും ഈ ബെഡിൽ കിടന്നുകൊണ്ടൊന്നും ആവില്ല. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറയും. എനിക്കത് മൈൻഡിൽ കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗുളിക കഴിച്ചിട്ട് എൻ്റെ ശരീരം ഭയങ്കര നീറ്റലാണ്. അതായത് ഒരു മുറിവില് വെള്ളത്തിൽ എടുത്ത് തേച്ച് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയായിരുന്ന ശരീരത്തിൽ ഞാൻ പല പ്രാവശ്യം എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡോക്യുമെന്റ് ഇന്ന ബാഗിലുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് മുകളിലേക്ക് ഓർമ്മകൾ വന്നു തുടങ്ങി. കാരണം അത്രയ്ക്കും കണ്ടീഷൻ മോശമായിരുന്നു. പക്ഷേങ്കിൽ ഈ പ്രൊഡക്റ്റ് അളിയനും പിന്നെ വേണു സാറൊക്കെ കൂടിക്കൊണ്ട് തന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അവര് അവിടെ കുറച്ച് വെച്ചിട്ട് പോയി. അതിന്റെ സജ്ജീകരണം തിരിച്ചു വെച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞത് എന്ത് പണിയെങ്കിലും ചെയ്തു. കാരണം 10,000 റുപ്യന്റെ കിട്ടില്ലേ എനിക്ക്. ആ കിട്ടുന്നത് കുറച്ച് പൈസയുടെ പെൻഷൻ. അപ്പൊ അതുകൊണ്ട് ഈ 10,000 റുപ്യ ഒരു മാസം 5 വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അവര് പറഞ്ഞത് ഉപയോഗിച്ച് നോക്കൂ, അതിന് ശേഷം പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളോടും പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വെറും 18-19 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബൈക്കിന് അതേപോലെയാണ് ഷുഗർ. അത് പിന്നെ അവർക്ക് ഒരു 250 അതേ ലെവൽ തന്നെയാണ് എൻ്റെ ലെവൽ തന്നെ. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് 20 ദിവസം അവർ ഉറങ്ങിയതിന് ശേഷം തങ്കം ഹോസ്പിറ്റലിന് തൊട്ടുള്ള നീതി ലാബിൽ ചെക്ക് ചെയ്തപ്പോൾ 106 ഷുഗർ. അതിന്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈലിലുണ്ട്. എപ്പോഴാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കാണാം. അങ്ങനെയാണ്. അപ്പൊ ആ ഷുഗർ ലെവല് ഇന്നലെ പോലും ഞാൻ എന്നെ വൈഫും കൂടി, കാരണം മന്ത്ലി ട്രീറ്റ്മെന്റ് ഇതുപോലെ ഞങ്ങൾക്ക് ECHS പിന്നെ ഇവിടെ പുതുപ്പേരിയത്ത് മരുന്ന് കിട്ടും. അങ്ങനെ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇതിന് 2 മാസം മുൻപ് ഓരോ തവണ പോയപ്പോൾ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഷുഗർ ഉണ്ട്. കാരണം അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുപിടിച്ചത് അദ്ദേഹം ഇപ്പോഴും ഒരു കഥയിൽ ഇങ്ങനെ കഴിച്ചോണ്ടേ ഓഫീസറാണ്. 1.5 ലക്ഷം രൂപ പെൻഷൻ വാങ്ങുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ 10,000 രൂപ പെൻഷൻ വാങ്ങുന്ന ആള് അവരോട് എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു റാങ്കിന്റെ ഒരു ഇത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ചോദിച്ചു, ഞാൻ ഉണ്ടായിരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്കല്ലേ വിട്ടു, ഞാൻ പറയാം. അപ്പൊ പറഞ്ഞു, സാറിന് ഷുഗർ ഉണ്ടോ? അപ്പൊ എനിക്ക് ഷുഗർ ഉണ്ട്. ഇതെന്താ എപ്പോഴും കഴിച്ചോണ്ടേ ഇരിക്കുന്നത്? ഷുഗർ ലെവൽ എങ്ങനെ കഴിക്കുക? എനിക്ക് ഷുഗർ ഉണ്ട്. ഇതെന്താ നിങ്ങൾ കഴിക്കേണ്ടിയിരിക്കുന്നത് പറഞ്ഞു. ഞാനിപ്പോ വരുന്നത് അടിച്ചു. അതുകൊണ്ട് അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ കഴിക്കില്ല. അപ്പൊ ഞാനും കേട്ടിട്ടു മഴയാണെങ്കിൽ രണ്ടാളും മഴയാണ് അല്ലെ. അപ്പൊ ആ ഇത് കെട്ടിയിട്ട് പറഞ്ഞു, രണ്ടാളും കെട്ടിയിട്ടുണ്ടല്ലോ, ഇതെന്താ? അപ്പൊ പറഞ്ഞു, ഈ
പ്രൈവറ്റ് എന്ന ഒരു കമ്പനി സാർ ഇങ്ങനെയാണ് ഇത്ര വർഷം അടിയെ നിങ്ങളെ പറ്റിയില്ലേ ഇതാരെ പറ്റിയില്ല നിങ്ങളെ വന്നിട്ട് പറഞ്ഞു എന്റെ അടിയന് ഞങ്ങൾക്ക് ഒരു ഗ്രേറ്റ് കേട്ടുണ്ട് സാർ അവര് കൂടി വന്ന് പറ്റിച്ചാണ് പറഞ്ഞു. ഈ മറ്റേ നമ്മുടെ ബ്രോഷർ ഉണ്ട് ആ സാധനം അവർ കൊടുത്തു. അയാൾ നടത്തുന്നിട്ട് അയ്യേ ഇങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ എത്തിച്ച് ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡിൽ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടേ ഇത് കഴിച്ചാൽ മാറുന്നു. പിന്നെ അത് ഡോക്ടർ അത് ഞാൻ പറഞ്ഞെങ്ങനെയാണ് ഈ ഡോക്ടർ നോക്കിയിട്ട് അയ്യേ ഈ ഡോക്ടറെ നോക്കിയിട്ട് അത് വെറുതെ ഞാൻ ഇയാളെ ജീവനോടെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ ഒന്നും വേണ്ടിയില്ല. അടുത്ത മാസം പോയപ്പോ കുറച്ച് സൈലന്റായി. ഞാൻ ഷുഗർ എവിടെ കണ്ടപ്പോ ഇന്നലെ മെഡിക്കലിൽ പോയപ്പോ 104 ഷുഗർ എനിക്ക് ഒരക്ഷരം അദ്ദേഹം വേണ്ടിയില്ല. വരുമ്പോ ആര് ഉപയോഗിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു കിറ്റ് തന്നിട്ടേ പോകുന്നു.